മാഡം എങ്ങനെ വരും മാഡം അകത്തേക്ക് വരൂ. ഇരിക്കൂ. മീര എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല മാഡം. അല്ല, വീടൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? അതൊക്കെ കണ്ടുപിടിച്ചു. മീരയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുള്ളതല്ലേ. വീട് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടെന്നും പറയേണ്ടെന്നും അറിയാത്തൊരവസ്ഥയായിപ്പോയി. മാഡത്തിന് ഞാൻ കുടിക്കാൻ ചായ എടുക്കട്ടെ, അതോ ജ്യൂസ് എടുത്താൽ മതിയോ? എനിക്കിപ്പോ ഒന്നും വേണ്ട മീര. എന്നാലും ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും തരാതിരുന്ന് ശരിയാവില്ല. എങ്കിലേ എനിക്കൊരു ഗ്ലാസ് വെള്ളം മാത്രം മതി. മ്യൂറൽസ് ഒക്കെ കൊള്ളാം. 10-25 വർഷത്തെ പഴക്കമുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പഴമയും പുതുമയും ചേർന്ന വീട് എനിക്കിഷ്ടായി. മാഡം, ഞാനിന്ന് വീട്ടിൽ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോകുന്നതിന് സോറി. അതൊന്നും സാരയില്ല മീരെ. മീരയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മീര വളരെ ജെന്യൂൻ ആയതുകൊണ്ടാ ആ സമയത്ത് അങ്ങനെ പെരുമാറാൻ തോന്നിയത്. അതിന് എനിക്ക് മീരയുടെ പിണക്കമൊന്നുമില്ല. വിഗ്രഹത്തിന്റെ കാര്യത്തിൽ സുഭദ്രേച്ചി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ മീര പെട്ടെന്ന് കുറച്ചു ദിവസത്തേക്ക് ലീവ് എടുത്തത്? അതുമാത്രല്ല, ബീനാമ്മ വയ്യാണ്ട് കിടക്കുക, നടക്കാൻ പറ്റില്ല. കാലില് എല്ലിന് പൊട്ടലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇവിടെ വേണം. പിന്നെ എന്റെ മനസ്സും അത്ര ശരിയല്ല. ഈ അവസ്ഥയിൽ എന്ത് ചെയ്താലും അതൊന്നും ശരിയായ രീതിയിലാവില്ലാന്ന് തോന്നി. മനസ്സിലായി. മീര പറഞ്ഞത് ശരിയാ. ഒരു കാര്യം നമുക്ക് ശരിയായി ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നിയാ ചെയ്യാതിരിക്കുന്ന നല്ലത്. മനസ്സൊക്കെ ശരിയായിട്ട് തിരിച്ചു വന്നാ മതി. മീരയ്ക്ക് വിഗ്രഹം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. മീരയുടെ ബീനാമ്മയൊന്ന് കണ്ടിട്ട് ഞാൻ ഇറങ്ങാം. മാം വരൂ.